ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1974 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് യേശുവിനെ ഒരു പരസ്യയോഗത്തിൽ എൻ്റെ സ്വന്തം ദേശത്ത് പ്രസംഗിക്കുവാൻ ഭാഗ്യം ലഭിച്ചത്. 50 വർഷം പിന്നിടുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഉയർച്ചയുടെയും താഴ്ചയുടെയും അംഗീകാരത്തിൻ്റെയും അവഗണനയുടെയും അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒക്കെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അനേകരുടെ പ്രാർത്ഥനയും അനേകരുടെ കൈത്താങ്ങലുകളും ആവോളം എനിക്ക് ലഭിച്ചു. അവർക്കൊക്കെ എൻ്റെ ഹൃദയാംഗമായ നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ. സുവിശേഷ നിമിത്തം ആശ്ലേഷിച്ചവരും അടിച്ചവരുമുണ്ട്. സുവിശേഷ നിമിത്തം ബഹുമാനിച്ചവരും കാർപ്പിച്ച് തുപ്പിയവരുമുണ്ട്. സുവിശേഷ നിമിത്തം അംഗീകരിച്ചവരും പുറത്താക്കിയവരുമുണ്ട്. വിശപ്പ് സഹിക്കുവാൻ കഴിയാതെ പൈപ്പിലെ പച്ചവെള്ളം കുടിച്ച് വയറു നിറച്ച് മൈലുകളോളം നടന്ന കടത്തിണ്ണകളിൽ ഉറങ്ങിയ കാലഘട്ടങ്ങളുമുണ്ട്. ഇവിടെയെല്ലാം ഞാൻ വിശ്വസിക്കുന്ന യേശു വിശ്വസ്തനായിരുന്നു. ആ കർത്താവ് തൻ്റെ കരത്തിൽ എന്നെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കിന്നുവരെ ഈ സുവിശേഷ പോർക്കളത്തിൽ നിൽക്കുവാൻ ഇടയായത്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യം. എൻ്റെ ജീവചരിത്രത്തെ ആധാരമാക്കി 3 പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പുസ്തകമാണ് അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ എന്ന ഈ പുസ്തകം. ഇതനേകർക്ക് അനുഗ്രഹമായി, നിങ്ങൾക്കും അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കും. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന തുടർന്നും ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. കർത്താവിന് മഹത്വം.